കുഞ്ഞിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ അധികം നോട്ട്സ് ഒന്നും വെക്കില്ല. ആകെ റഫ് മാത്രമേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് ബുക്ക് വെക്കുന്നുണ്ട്. നാളെ റഫ് മാത്രമേ കൊണ്ടുവരുള്ളൂ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ആദ്യം തന്നെ ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സ് റെഡിയാക്കാം. ബോക്സ് ഞാൻ ഇതാക്കി എടുക്കണം. പൗച്ച് ഉണ്ടാക്കി ഞാൻ എടുക്കണില്ല. ഇങ്ങനത്തെ രണ്ട് ലെയറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ എടുത്തിട്ട് കേട്ടോ. അപ്പുറത്തെ റൂമിൽ വെളിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിൽ വന്നത്. അല്ലെങ്കിൽ എളുപ്പമായിരുന്നു. ആദ്യം തന്നെ ഇതല്ല, ഈ രണ്ട് ജെൽ പെൻസ് ആണ് ഗായ്സ്. ഇത് നല്ല രസമാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെടും. ക്യൂട്ടായിട്ട് ഇങ്ങനെ ടിക്ക് ടിക്ക് ആക്കാം. രണ്ട് ജെല്ലാട്ടോ. ഇതാ ബ്രാൻഡിന് ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഇത് രണ്ടെണ്ണം ഞാനിതാ ഇങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഇടുന്നത്. അത് നല്ല രസമുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് ഇതാ ഇതൊരു മാതിരി സാധാ ബ്ലൂ പെൻ. ഞാൻ ബ്ലൂ പെന്നായിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ ഈ കളിയിൽ വെക്കുന്ന അതല്ല, പക്ഷെ അത് ഞാൻ ഇനി ഇവിടെ വെച്ചു. പിന്നെ രണ്ട് പെൻസിലുണ്ട്, അത് ഷാർപ്പ് ചെയ്യണം. അത് ഞാനിത് ആ പേനായിട്ട് എടുത്ത് തന്നെ വെച്ചു. പിന്നെ ഞാനൊരു സ്മോൾ ഷാർപ്പ്നർ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ലെയറിലോട്ട് കിടക്കാം. ഞാൻ എന്തൊക്കെ വെക്കേണ്ടി നോക്കട്ടെ. അത് ഞാൻ ഇങ്ങനെ അടച്ചു പിടിക്കുന്നുണ്ട്. അതിൽ ഞാൻ വെക്കുന്നത് എന്തൊക്കെ ചോദിച്ചാൽ ഫസ്റ്റ് ഇത് വയ്ക്കുമ്പോൾ അടയുന്നില്ല. ഉണ്ടോ, ഞാൻ ഈ ക്രയോൺസൊക്കെ വയ്ക്കുമ്പോൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പൊളിച്ച് വയ്ക്കാൻ കാരണം. അത് തന്നെ ഞാനൊരു സ്കെയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇറേസറാണ്. ഒരു റാബിറ്റിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഇതിലേക്കാം. പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഒരു 3 കളേഴ്സ് ആഡ് വരുന്നതാണ്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. ഞാൻ യെല്ലോ എടുക്കാം, ബാക്കി നമുക്ക് ഇതിട്ട് വെക്കാം. ഒരെണ്ണം കൊണ്ടുപോയാൽ മതി. ഞാനൊരു യെല്ലോ കളറാണ് സ്റ്റിക്കി നോട്ട് എടുത്തത്. അത് ഞാനിവിടെ വെച്ചു. നമുക്ക് ഇനി എന്താ വെക്കേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും വെക്കേണ്ടി വരില്ല, നമുക്ക് അടയ്ക്കാം. അടയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. അത് ആ ഇറേസർ കുത്തനെ നടക്കുകയായിരുന്നു. ഇത് ഞാനിനി ഇവിടെ ഫസ്റ്റ് ഈ ബാഗിൻ്റെ ഈ ഫസ്റ്റ് വരുന്ന പ്ലേസിലാണ് വയ്ക്കുന്നത്. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ജോമെട്രി ബോക്സ് ഉണ്ട്. ഇത് പണ്ടത്തെ കേട്ടോ, അടുത്ത എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയത് മേടിക്കുന്നില്ല. എന്തോ ഭാഗ്യം എല്ലാം ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നു. ഇത് ഞാൻ എവിടേക്കാണെന്ന് നോക്കിയത് എന്താണെന്നില്ലേ, ഇതിൻ്റെ ഒരു വൈറ്റ് കളറുള്ളത് കാണാനില്ല. ഇവിടെ പോയാണ് ചെറിയ തുരുമ്പൊക്കെ പിടിച്ചില്ല, അതൊന്നും കുഴപ്പമില്ല. അത് ഞാൻ ബോക്സിൻ്റെ ആ കള്ളിയിലാണ് വെക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കീച്ചെയിൻ തൂക്കിയ കള്ളിയിലാണ്. അതിന് ആദ്യം തന്നെ വാക്സ് ക്രയോൺസ് ആണ്, അതിവിടെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ വയ്ക്കുന്നത് സ്കെച്ചാണ് ഗായ്സ്, വലിയ സ്കെച്ചാട്ടോ. പിന്നെ ഞാൻ വയ്ക്കുന്നത് കർച്ചീഫ്. ഞാൻ ഇടയ്ക്കാട്ടോ സ്കെച്ച് കൊണ്ടുപോകുള്ളൂ. കർച്ചീഫാണ്, ഒരു പർപ്പിൾ കളറാണത്, ഇവിടെ വയ്ക്കാം. പിന്നെ ഞാൻ വയ്ക്കുന്നത് ഹൂറോണിൻ്റെ ഷാർപ്പ്നറാണ്. അതെന്താണെന്നില്ല, ഞാൻ രണ്ടെണ്ണം വയ്ക്കുന്നത്. നമുക്കിപ്പോൾ ക്ലാസ് ടൈമിൽ ഷാർപ്പ് ചെയ്യാൻ വെച്ചാൽ ടീച്ചർ വിടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഷാർപ്പ് ചെയ്തതിൽ തന്നെ കിടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനോട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഫെവി സ്റ്റിക്ക് വയ്ക്കുന്നുണ്ട്, വേറെ ബുക്കിൻ്റെ പേപ്പറൊക്കെ പോയാൽ. പിന്നെ ഞാനൊരു വൈറ്റ്നർ വയ്ക്കുന്നുണ്ട്. പിന്നെ ഉള്ളൂ. പിന്നെ അത് അടച്ച് വയ്ക്കാം. ഞാൻ ഇതിന്ന് എടുത്തത് കേട്ടോ ആ പേന. അടുത്തത് ഇതൊക്കെ ഉണ്ട്, ക്യൂബ് 4 വരുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല. ഇറേസർ ഒരെണ്ണം വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വരുന്നത്. ഇനി നമുക്ക് അംബ്രല്ല വെക്കാം. അംബ്രല്ല വെക്കുന്നത് ഒരു കീച്ചി തൂക്കി തൊട്ട് ബാക്കത്തെ പ്ലേസിലാണ്. അത് നമുക്ക് റെസിപ്പ് ചെയ്യാം.
അമ്പറില്ല പിന്നെ എന്തൊക്കെയാ എനിക്ക് ഓർമ്മയില്ല. നമുക്കിങ്ങനെ അത്യാവശ്യം നമുക്ക് ചില പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ അടച്ചു വയ്ക്കാം. എനിക്ക് എന്തായാലും കുറേ പ്ലേസ് കുറേ സിബൊക്കെ വരുന്ന ബാഗാണ് മേടിച്ചത്. ഞാൻ നോക്കി വെച്ചതാട്ടോ, എനിക്കൊന്നും കൊള്ളണില്ല. പിന്നെ ഇത് ഇപ്പോൾ അമ്പറിൽ വെച്ച് തൊട്ട് ബാക്കത്തെ സിബിൽ ഞാൻ വെക്കണത് എന്താ ചോദിച്ചാൽ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അതാണ്. അത് ഞാൻ കിച്ചണിൽ കൊണ്ടുവച്ചു. അടുത്തത് അതിന് തൊട്ട് ബാക്കത്തെ സിബിലാണ്. അതിലിതാ ഇങ്ങനത്തെ ലെയറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ വെക്കണത് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കുറച്ച് ബുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നോട്ട്ബുക്സ് മാത്രം എടുക്കാം. അതിന് ടെസ്റ്റ് നമ്മൾ കണ്ടോ കുറച്ച് ഞാൻ റാപ്പിൻ്റെ വീഡിയോ നിർത്തിയിട്ടില്ല. വീഡിയോ എടുക്കാൻ നമുക്ക് ജസ്റ്റ് കുറച്ച് തിരക്കായിരുന്നു. കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ടെക്സ്റ്റ് ബുക്ക്. അതിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഓരോ നോട്ടിച്ചിട്ടുണ്ട്. ഞാൻ പ്ലെയിനാണ് വാങ്ങിയെന്നൊക്കെ പറയുന്നത്. അത് നമുക്കിപ്പോൾ പെട്ടെന്ന് പേരൊന്നും നോക്കാൻ സമയമില്ല. അതിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ പണ്ടൊക്കെ യൂണിക്കോണിൻ്റെ പിക്ചർ നോക്കിയത്. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചത്. എന്തായാലും സ്റ്റിക്കർ ഒട്ടിക്കായിരുന്നു. സൈഡൊന്നും വെക്കണില്ല കേട്ടോ. അത് വല്ല പ്രൊജക്റ്റൊക്കെ വരുന്നതാണ്. അത് ഞാൻ എന്താ ഈ ഒരു ലെയർ പറഞ്ഞില്ല ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോട്ട്സ് അതൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യം ഓർഡറിൽ ടെസ്റ്റ് നോട്ട് ഫസ്റ്റ് പീരീഡ് അങ്ങനെ കേട്ടോ. കുറച്ചും കൂടി ടെസ്റ്റ് ഉണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഗൈസ് ഞാൻ വെക്കുന്നത് നോട്ട്സാണ്. അത് ഇതിൻ്റെ തൊട്ട് ഇവിടെയാണ്. കാണാനുണ്ടോ എനിക്ക് സംശയങ്ങൾ. തൊട്ടിപ്പുറത്തായിട്ടാണ് വയ്ക്കുന്നത്. ഞാൻ ഇനി അധികം വെക്കാനൊന്നുമില്ല, എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇത്രയും ബാക്ക് പാക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.